ഹായ് ഫ്രണ്ട്സ്, R4iയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിഫ്റ്റി ഇന്നലെ ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ലോ, അതായത് 24,524 എന്ന ലോയിലേക്ക് ഇന്നലെ പോയിരുന്നു. പക്ഷെ അവിടെ നിന്ന് നിഫ്റ്റി തിരിച്ച് കയറിയിട്ടാണ് ഇന്നലെ ഒരു 24,700 ലെവലിലൊക്കെ നിഫ്റ്റി പോയത്. അപ്പോൾ ഇന്നലെ ആ ഒരു 24,500 സപ്പോർട്ട് ലെവലിൽ പോയപ്പോൾ അവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നല്ല ബൈങ് നടന്നിട്ടുണ്ടാവണമെന്നാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഡാറ്റ നോക്കിയാൽ നമ്മൾ മനസ്സിലാവുക. അവിടെ ഏകദേശം 5,000 കോടിയോളമുള്ള ഒരു ശക്തമായൊരു ബൈങ് DIAs നടത്തിയതായി കാണാം. അപ്പോൾ അതാണ് ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു റിക്കവറി ഉണ്ടായത്. പക്ഷെ ഇന്ന് അതേ ബൈങ് DIAs നടത്തിയിട്ടും മാർക്കറ്റ് റിക്കവർ ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാം ഗ്ലോബൽ ക്യൂസ് പ്രതികൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് പുതുതായിട്ട് ഉടലെടുത്തുള്ള US ചൈന ഗ്ലോബൽ ട്രേഡ് ടെൻഷൻസ്, അതുകൂടാതെ ഉക്രൈൻ റഷ്യ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ മാർക്കറ്റിൻ്റെ നെഗറ്റിവിറ്റി അത് നമ്മുടെ മാർക്കറ്റിനെയും ഇപ്പോൾ ഒരു റേഞ്ച് മൗണ്ടിലേക്ക് അതിന് പോകാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ 24,381 അതുപോലെ 25,000 എന്നുള്ള ആ ഒരു ലെവലിനിടയിലാണ് ഇപ്പോൾ നിഫ്റ്റി ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കൂടാതെ തന്നെ RBIയുടെ MPC മീറ്റിംഗ് വരാൻ പോവുകയാണ്. വലിയ തോതിലുള്ള റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നുണ്ട്. അതായത് 0.5% ഒരു വമ്പിച്ച റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടെങ്കിലും പൊതുവെ എല്ലാവരും യോജിക്കുന്ന ഒരു റേറ്റ് കട്ട് എന്ന് പറയുന്നത് 0.25% ഒരു റേറ്റ് കട്ടാണ്. അപ്പോൾ ഒരു 90% സാധ്യത അതിന് തന്നെയാണ് എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റേറ്റ് കട്ടിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ സ്വീകരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാം. നമുക്കറിയാം ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റിന് ശേഷം ഡിഫൻസ് സെക്ടറിൽ ശക്തമായൊരു റാലി ഉണ്ടായിരുന്നു. ആ റാലി ഇപ്പോഴും തുടരുകയാണ്. ഇതേപോലുള്ള ഒരു റാലി നമുക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് PSU ബാങ്ക് ഇൻഡെക്സിലാണെന്ന് കാണാം. അപ്പോൾ ആ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ ഒരാഴ്ചയുടെ അതിൻ്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് 5.13% ആണ്. അപ്പോൾ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് സൂചനയാണ് അവിടെയൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ഡെയിലി ചാർട്ടിൽ PSU ബാങ്ക് ഇൻഡെക്സ് അതിൻ്റെ ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. കഴിഞ്ഞ 10 മാസം ഡൗൺ ട്രെൻഡിലായിരുന്നു ഈ ഇൻഡെക്സ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നാണ് ഈ തരത്തിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു ഗോൾഡൻ ക്രോസ് നടക്കുന്നതായിട്ടും 200-day മൂവിങ് ആവറേജ് അതിൻ്റെ മുകളിലേക്ക് 50-day മൂവിങ് ആവറേജ് ടച്ച് ചെയ്യാൻ പോവുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അത്തരത്തിലൊരു പൊട്ടൻഷ്യൽ അപ്വേർഡ് ട്രെൻഡിൻ്റെ ഒരു സാധ്യത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 50 above ആണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ 70-ന് മുകളിലേക്ക് പോയതായിട്ടും കാണാം. അപ്പോൾ ആ 70-ന് മുകളിൽ പോയത് കൊണ്ട് തന്നെ അതൊരു ഓവർ ബോട്ട് സോണിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കറക്ഷൻ അവിടെ ഇന്ന് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് നിഫ്റ്റി PSU ഇൻഡെക്സ് ഡൗൺ ആയിട്ടാണ് കാണാൻ കഴിയുക. എല്ലാ PSU സ്റ്റോക്കുകളിലും ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നിഫ്റ്റി PSU ബാങ്കിൻ്റെയും അതുപോലെ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കിൻ്റെയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെയും ഈ മൂന്നിൻ്റെയും ഒരു പ്രകടനം നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി PSU ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു മാസം 8.12% അപ്സൈഡ് പോയിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 0.62% മാത്രമാണ് അപ്സൈഡ് പോയത്. അതുപോലെ PSU ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകളും അടങ്ങിയിട്ടുള്ള നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് അത് 1.24% പോയതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇൻഡെക്സുകളെയും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി PSU ബാങ്ക് 8% ഒരു റാലി കഴിഞ്ഞ ഒരു മാസം നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഔട്ട് പെർഫോമൻസ് PSU ബാങ്കുകളിൽ മാത്രം വന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും RBIയുടെ ഒരു ഇടപെടൽ മൊത്തം ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്നു. അവിടെ CRR റിഡക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു, റിപ്പോ റേറ്റ് കട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ റെഗുലേറ്ററി ആയിട്ടുള്ള കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ബാങ്കിങ് മേഖലയിൽ നടന്നിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ RBI നടത്തിയിരുന്നു. അതുപോലെ കറൻസി സ്വാപ്പിങ്ങിലൂടെയും ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുവാൻ RBI ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള മെഷേഴ്സും അതൊക്കെ മൊത്തത്തിൽ ഇന്ത്യയിൽ നിന്നും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തേക്ക് പോകാതിരിക്കാനുള്ള പല ശ്രമങ്ങളും ബാങ്കിങ് മേഖലയിൽ RBI നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് നമുക്ക് ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ PSU ബാങ്ക് സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ഇൻഡസ്ട്രി PE കാണുന്നത് 7.86% മാത്രമാണ്. എന്നാൽ നമ്മൾ പ്രൈവറ്റ് ബാങ്കിൻ്റെ ഓവറോൾ ആ ഒരു PE നോക്കുകയാണെങ്കിൽ അത് 13.2 ആണ്. ഇതേപോലെ
ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ PSU ബാങ്കിന്റെ നോക്കുകയാണെങ്കിൽ അത് 1.13 ആണെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൻ്റെത് അത് 1.37 ആണെന്നും കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈവറ്റ് സ്റ്റോക്കുകളുടെ ആ ഒരു റണ്ണപ്പ് ഓൾറെഡി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് 6.99% അപ്സൈഡ് പോയിരുന്നു. എന്നാൽ PSU ബാങ്ക് 6 മാസത്തെ ഒരു ടൈം പീരീഡിൽ 1.53% അപ്സൈഡ് പോയിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സുകളിൽ ഓൾറെഡി ഒരു റണ്ണപ്പ് നടന്നതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് അവരുടെ കോൺസെൻട്രേഷൻ PSU ബാങ്കുകളിലേക്ക് മാറ്റി എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൈവറ്റ് ബാങ്കുകളിൽ നടക്കാൻ പോകുന്നത് ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വരാൻ പോകുന്ന ചേഞ്ചസ് ആണ്. നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഉണ്ട്, BSEയുടെ ബാങ്ക് എക്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഇൻഡെക്സുകളിലൊക്കെ വലിയ തോതിലുള്ള ഫോറിൻ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും മറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ ഇതിനെ ട്രാക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫണ്ടുകൾ അവർ സ്വാഭാവികമായിട്ടും ഈ ബാങ്ക് ഇൻഡെക്സിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അവരും അവരുടെ പോർട്ട്ഫോളിയോ ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശേഷം $1 ബില്യൺ ഒരു ഔട്ട്ഫ്ലോ പല സ്റ്റോക്കുകളിൽ നിന്നുണ്ടാവുകയും അതുപോലെ പല സ്റ്റോക്കുകളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി മാർക്കറ്റിൽ നടക്കുമെന്നാണ് കണക്കൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം ബാങ്ക് നിഫ്റ്റിയിൽ അതിലുള്ള 12ഓളം സ്റ്റോക്കുകളിൽ ആ സ്റ്റോക്കുകളെ ഈ 12 സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിന് 33% കൂടുതൽ വെയിറ്റേജ് വരാൻ പാടില്ല. അതേപോലെ ടോപ്പ് 3 വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളുടെ മൊത്തത്തിലുള്ള വെയിറ്റേജ് 62% കൂടാനും പാടില്ല. ഇതാണ് ആ ഒരു ഇൻഡെക്സിൻ്റെ നിയമം. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും HDFCയുടെ ഇപ്പോഴത്തെ വെയിറ്റേജ് 27.82% ആണ്. ICICI ബാങ്കിൻ്റെത് 25.18% ആണ്. അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെത് 8.4% ആണ്. ടോട്ടൽ നമ്മൾ കാണുന്നത് 61.4% എന്ന ലെവലിലാണ് ഈ 3 ടോപ്പ് വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകളിൽ കാണാൻ കഴിയുക. അപ്പോൾ അത് 62 മുകളിൽ പോയിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു പ്രധാനപ്പെട്ട ഡെറിവേറ്റീവ് ഇൻഡെക്സ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ചില സ്റ്റോക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും അതുപോലെ ഈ ഇൻഡെക്സിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റിയും ഒക്കെ നിയന്ത്രിക്കേണ്ടത് തീർച്ചയായിട്ടും റെഗുലേറ്ററി അതോറിറ്റിയുടെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അടുത്ത് തന്നെ ചെയ്യാൻ പോകുന്ന ഒരു മാറ്റമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഒരു സ്റ്റോക്കിൻ്റെ വെയിറ്റേജ് 20% കൂടാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരുമ്പോൾ അതുകൂടാതെ ടോപ്പ് 3 വെയിറ്റേജ് ഉള്ള കമ്പനികളുടെ ടോട്ടൽ വെയിറ്റേജ് 45% കൂടാനും പാടില്ല എന്നുള്ള ഒരു നിയമവും വരാൻ പോവുകയാണ്. അതുകൂടാതെ ഈ 12 സ്റ്റോക്കുകൾ എന്നുള്ള ആ ഒരു മെമ്പേഴ്സിൻ്റെ എണ്ണം അത് 14 ഉയർത്തണമെന്നും റെഗുലേറ്ററി അതോറിറ്റി സെബി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് HDFCയുടെ വെയിറ്റേജ് ആ 27.82 എന്ന ലെവലിൽ നിന്നും 7.82 കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ICICI ബാങ്കിൻ്റെ 25.18 എന്നുള്ളതിൽ നിന്നും 5.18 കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ കുറക്കുമ്പോൾ ചില അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് പ്രകാരം ഏകദേശം 2140 കോടിയുടെ ഔട്ട്ഫ്ലോ ഇതിൽ നിന്നുണ്ടാവുമെന്നാണ് പറയുന്നത് HDFC ബാങ്കിൽ നിന്ന്. അതേപോലെ ICICI ബാങ്കിൽ ഏകദേശം 1673 കോടിയുടെ ഒരു സെയിൽസും അതിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ അവിടെ പുതുതായിട്ട് 2 സ്റ്റോക്കുകൾ ആഡ് ചെയ്യപ്പെടാൻ പോകുന്നത് ഒന്ന് യെസ് ബാങ്കും മറ്റൊന്ന് യൂണിയൻ ബാങ്കുമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചേഞ്ചസ് മാർക്കറ്റ് റെഗുലേറ്റർ കഴിഞ്ഞ വ്യാഴാഴ്ച അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നവംബർ 3 മാത്രമേ ഇത് ഇംപ്ലിമെൻ്റ് ആവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് ബാങ്കുകളിൽ ഓൾറെഡി ഒരു റണ്ണപ്പ് നടന്നതുകൊണ്ട് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത് ഇപ്പോൾ PSU ബാങ്കാണ്. അപ്പോൾ PSU ബാങ്കുകളിൽ ഏകദേശം 7ഓളം സ്റ്റോക്കുകൾ നമുക്കത് അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്നത് കാണാം. ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PE റേഷ്യോ ഇപ്പോൾ 5.94 എന്നുള്ള PE ആണ് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 7.72 ആണ്. 3 ഇയേഴ്സിൻ്റെ മീഡിയം PE 8.5 ആണ്. അപ്പോൾ അതിൽ താഴെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ PE ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രൈസ് ടു ബുക്ക് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 0.70 മാത്രമാണ് നമുക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കാണാൻ കഴിയുക. ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.11 ആണ്. അപ്പോൾ അവിടെ ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന ഒരു PSU ബാങ്ക് സ്റ്റോക്കാണ് നമുക്ക് കണക്കാക്കാൻ കഴിയും. മറ്റൊന്ന് ബാങ്ക് ഓഫ് ബറോഡയാണ്. അതിൻ്റെ PE റേഷ്യോ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂയേക്കാൾ താഴെയാണെന്ന് കാണാം. അതേപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ PE ഇപ്പോൾ 6.81 ആണ്. ഇത് ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ്. അതുപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.94 ആണ്. അതും ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂയേക്കാൾ താഴെയാണ്. ഇനി മറ്റൊരു ബാങ്കായിട്ടുള്ള സെൻട്രൽ ബാങ്ക് നോക്കുകയാണെങ്കിൽ അവിടെ PE റേഷ്യോ 9.22 ആണ്.
അത് ഇൻഡസ്ട്രി പി യേക്കാൾ ഉയരെയാണെങ്കിലും 3 ഇയേഴ്സിൻ്റെ മീഡിയം പി യേക്കാൾ ഇത്ര താഴെയാണെന്ന് കാണാം. കൂടാതെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 0.99 മാത്രമാണെന്നും കാണാം. മറ്റൊന്ന് കാനറ ബാങ്ക് ആണ്. ഇതിൻ്റെ പി റേഷ്യോ ഇപ്പോൾ 5.99 ആണ്. അതും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് കാണുക. പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുവാണെങ്കിലും അത് 1 കാണാം. ആ 1.11 എന്നുള്ള ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂക്കാൾ താഴെയാണ് അത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് യൂണിയൻ ബാങ്ക് ആണ്. യൂണിയൻ ബാങ്ക് 6.42% ആണ് ഇതിൻ്റെ പി ഇ. പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.02 ആണ്. അത് ഇൻഡസ്ട്രി ആവറേജിന് താഴെയാണ് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് ഇന്ത്യൻ ബാങ്ക് ആണ്. അതിൻ്റെ പി ഇ ഇപ്പോൾ അത് 7.56 ആണ്. അത് ഇൻഡസ്ട്രി പി യേക്കാൾ താഴെയാണെന്ന് കാണാം. എന്നാൽ ഇൻഡസ്ട്രി പ്രൈസ് ടു ബുക്ക് വാല്യൂ 1.11 ആണ്. ഇത് സ്ലൈറ്റ്ലി അതേ ലെവലിൽ നിൽക്കുന്ന കാണാം. 1.19 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റോക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.